ഏഴാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കവിതയുടെ വരികളാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മഹാകവി കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ. അതിലെ വരികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക അവസ്ഥ, അതായത് എന്താണ്, ദുരാചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒത്തിരി തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും എല്ലാം എവിടെ നിലനിന്നിരുന്നു? കേരളത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കൊണ്ട് നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കുറെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചിട്ടാണ്. അവിടെ നോക്കാം. അയിത്തത്തിനെതിരെ കിണറുകൾ. ഇവിടെ പറയുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ ജനനം എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ എന്താണ്, അദ്ദേഹം കിണറുകൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വെള്ളം കോരാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാനായിട്ട് കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് സവർണ അവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അപ്പൊ എന്തൊക്കെയാണ് വൈകുണ്ഠസ്വാമികൾ ചെയ്തത്? അയിത്തം എന്ന ദുരാചാരത്തെ കളയാനായിട്ട് കിണറുകൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് ആരാണ്? അതും വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ എന്താണ്, ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചതും ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അയിത്തം എന്ന് പറയുന്ന ദുരാചാരത്തെ ഇല്ലാതാക്കാനായിട്ട് കിണറുകൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതിയത് അദ്ദേഹമാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ സമപന്തി ഭോജനം, സമത്വ സമാജം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വിദ്യയും വിത്തവും. അപ്പോൾ വിദ്യയും വിത്തവും എന്ന് പറയുന്നതിലൂടെ നമ്മൾ പഠിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ നമ്മൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു. സമപന്തി ഭോജനം, സമത്വ സമാജം, അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതുപോലെ അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും എന്ന് പറയുമ്പോൾ ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ.
അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം പഠിച്ചിരിക്കുക. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ജനനം, ഓർത്തുവെക്കുക. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ. അപ്പൊ സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ് എന്ന് പറഞ്ഞു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, അപ്പോൾ മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ദെൻ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ സമാധി എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അപ്പോൾ അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് എന്തായിട്ട് അറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി, അല്ലെ? ഇപ്പൊ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ജന്മം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിച്ചു, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിച്ചു. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അപ്പൊ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകളാണ് ഏതൊക്കെ? അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഇവയെല്ലാം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്.
ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. അപ്പോൾ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോടത്തായിരുന്നു ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ കളവൻകോടത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠ എന്താണ്? ഓം എന്നെഴുതിയ കണ്ണാടിയാണ്. അതായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്ന് ചോദിക്കാം. എന്താണ്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ വാദിക്കുവാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ശ്രീനാരായണ ഗുരുവാണ് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയത്. അദ്ദേഹം നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠ ഏതൊക്കെയാണ്? അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ, ഇവയെല്ലാം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം അവസാനമായിട്ട് നടത്തിയ പ്രതിഷ്ഠ എന്താണ്? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്താണ്. അദ്ദേഹം അവിടെ നടത്തിയിരുന്ന പ്രതിഷ്ഠ എന്തായിരുന്നു? ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവൻകോടത്ത് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന പ്രഖ്യാപനം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അപ്പോൾ അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നു. ഓക്കെ, ശ്രീനാരായണ ഗുരു പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താണ്? 1903 ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, SNDP എന്ന് പറയുന്നത് ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ ഇവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന ചോദ്യം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? വർഷം 1903 ഓർത്ത് വെക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുയുടെ ഗുരുവിന്റെ ജനനം ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ആര് ജനിക്കുന്നത്? ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏത്, അല്ലെങ്കിൽ കൃതി അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. പഠിച്ചിരിക്കുക. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം SNDP സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1903 അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ചെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് എന്താണ്? SCRT അല്ലെ, SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഈ പോയിന്റ്സ് പഠിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് PSC SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വീഡിയോ കണ്ടിട്ട് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കൂടെ ചേർത്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നോക്കാം. അടുത്തത്
അയ്യങ്കാളിയെ കുറിച്ചാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. അപ്പോൾ ഈ പ്രഖ്യാപനം തന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. എന്താണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് വിദ്യാലയം എവിടെയാണ്? 1904 അദ്ദേഹം അധസ്ഥിതർക്കു മാത്രമായിട്ട് ഒരു വിദ്യാലയം ആരംഭിക്കുന്നത്. അപ്പോൾ അയ്യങ്കാളി അധസ്ഥിതർക്കു വേണ്ടി വിദ്യാലയം ആരംഭിച്ച വർഷം ഏതാണ്? 1904 അദ്ദേഹം വിദ്യാലയം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അയ്യങ്കാളിയുടെ ജനനം ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. ശ്രീനാരായണ ഗുരു എവിടെയായിരുന്നു ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലായിരുന്നു. അപ്പോൾ വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്, അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ പന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. തെറ്റിപ്പോകരുത്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവയായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. ഓക്കെ, വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ് എന്നുള്ളതാണ്. ആരാണ്? അയ്യങ്കാളിയാണ്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ 1893 വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര ആര് നടത്തുന്നത്? അയ്യങ്കാളി നടത്തുന്നത് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കല്ലുമാല സമരം. കല്ലുമാല സമരം എന്ന് പറയുന്നത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അപ്പോൾ കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഇതാണ് എന്ത്? കല്ലുമാല സമരം. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാലയാണ് ആഭരണമായിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കീഴ്മയെ വലിച്ചെറിയാനായിട്ട് എന്താണ്, അവർ ആ കല്ലുമാലയെ വലിച്ചെറിയാൻ പറഞ്ഞു. അപ്പോൾ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കല്ലുമാല സമരം എന്ന് പറയുന്നത്. അപ്പോൾ കല്ലുമാല സമരം, വില്ലുവണ്ടി യാത്ര എന്നിവ നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം സ്വദേശാഭിമാനി പത്രം അല്ലെ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം.
1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. അപ്പൊ എന്താണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപൻ ആരായിരുന്നു? രാമകൃഷ്ണ പിള്ളയായിരുന്നു. അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. എപ്പോഴാണ്? 1910 അദ്ദേഹത്തെ നാടുകടത്തുന്നത്. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം, അതിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതിന്റെ പത്രാധിപനായിരുന്നു രാമകൃഷ്ണ പിള്ള. അദ്ദേഹത്തെ നാടുകടത്തിയത് ഏതു വർഷമാണ്? 1910. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് 2 പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. മുസ്ലിം ഐക്യ സംഘത്തിന്റെ, കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. അറിവിന്റെ വെളിച്ചം പകരാൻ മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ എന്താണ്? മുസ്ലിം അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക ആരാണ് ആരംഭിച്ചത്? അദ്ദേഹമാണ്. അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസികയുടെ സ്ഥാപകൻ. അതുപോലെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനും ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മം ഇമ്പോർട്ടൻ്റ് ആണ്. ഇരവിപേരൂർ, തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് ശ്രീ കുമാരഗുരുദേവൻ ജനിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹത്തിന്റെ ജനനം തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ്. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ശ്രീ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ മാറിപ്പോകരുത്. എന്താണ്? സമപന്തി ഭോജനം, മിശ്ര ഭോജനം, അല്ലെ, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഒന്നുകൂടെ പറയാം. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം ആരാണ്? ചട്ടമ്പി സ്വാമികൾ, സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? ശ്രീ കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാര ഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, എന്താണ്? 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ കുമാര ഗുരുദേവനാണ്. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിക്കാം, 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ കുമാര ഗുരുദേവനാണ്. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. അപ്പോൾ ശ്രീ കുമാര ഗുരുദേവൻ നടത്തിയ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, ലോകത്തിന് സമാധാനം എന്നുള്ള മുദ്രാവാക്യമാണ്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? കുമാര ഗുരുദേവനാണ്. ആ ജാഥയുടെ, യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം സമാധാനം, ലോകത്തിന് സമാധാനം എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനെ കുറിച്ച് പറയുമ്പോൾ
മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ഏക ദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മാറിപ്പോകരുത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദൻ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? ആത്മവിദ്യാ സംഘം. അപ്പോൾ ഇത്രയും സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി നമ്മൾ നോക്കുന്നത്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാം. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരവും. തോൽവിറക് സമരം എവിടെയാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. തോൽവിറക് സമരം നടക്കുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം. അപ്പൊ മേച്ചിൽ പുല്ല് സമരം നടക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്നതാണ് മേച്ചിൽ പുല്ല് സമരം. അപ്പൊ തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്നതാണ് തോൽവിറക് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്നതാണ് മേച്ചിൽ പുല്ല് സമരം. ഇത് രണ്ടും നയിച്ചിരുന്നത് ആരാണ്? സ്ത്രീകളായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നോക്കാം. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വി.ടി. ഭട്ടതിരിപ്പാട്, എം.ആർ. ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് വി.ടിയുടെ പ്രശസ്തമായിട്ടുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നതിന്റെ രചയിതാവ് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ആരുടെ രചനയാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അതുപോലെ പ്രേംജിയുടെ ഋതുമതി. അപ്പൊ ഋതുമതി എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? പ്രേംജിയുടേതാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഋതുമതി ചോദിച്ചുകൂടാ എന്നില്ല. അപ്പൊ ഋതുമതി എന്ന് പറയുന്ന നാടകം ആരുടേതാണ്? പ്രേംജിയുടേതാണ്. ഇനി അടുത്തത് മിഷനറി പ്രവർത്തനങ്ങളാണ്. മിഷനറി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, +2 പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏത്? ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതാണ്? കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പോൾ ഇത് മൂന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ അവയുടെ പ്രവർത്തന മേഖലയും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കൊച്ചിയും തിരുവിതാംകൂറുമാണ്, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ തിരുവിതാംകൂറാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏതാണ്? മലബാറാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തന മേഖല കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം. അത് നോക്കി പഠിക്കുക കേട്ടോ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കൊച്ചിയും തിരുവിതാംകൂറും, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല ഏതാണ്? മലബാറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പഠിക്കാനുള്ളത്? നമുക്ക് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നവകേരള സൃഷ്ടിക്കായി എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്താണ് പഠിച്ചത്? കുറേ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇതിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയാതെ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക.